സോ അന്നമസേയോ ഹലോ ഗായ്സ്. അപ്പോൾ ഞാൻ മോർണിംഗ് എടുക്കുന്നതുകൊണ്ട് ഗുഡ് മോർണിംഗ് പറയാണ്. എപ്പോൾ ഇടുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ കളിക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റ് ആണ്. അപ്പോൾ നമ്മളൊരു കൊച്ചു സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന് കരുതി നിങ്ങൾക്ക്. ഓക്കെ, നമുക്ക് നേരെ ഇപ്പോൾ നമ്മൾ ക്യാമറ ഓഫാക്കാം കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ ഇത് നമ്മുടെ കുറച്ച് ഐറ്റംസ് ആൾക്കാരുണ്ട് വിസിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ വീട്. ഇവിടെ ഇങ്ങനെ ലൈറ്റൊക്കെ ഉണ്ട്. നമ്മളത് വിൽക്കാനും ചെറിയൊരു ആഗ്രഹമുണ്ട്. ബിക്കോസ് ഇപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ അങ്ങോട്ടൊന്നും അധികം വരുന്നില്ല. വരാത്തതുകൊണ്ട് എനിക്ക് വലിയ ഇതില്ല. ഇവിടെ ഒരുത്തുണ്ട്. ഞാൻ ഇപ്പോൾ വാതിലൊക്കെ അടച്ചു വെച്ചിരിക്കുകയാണ്. കാരണം ഇല്ലാത്ത സമയത്ത് ആരൊക്കെയും നമ്മുടെ വീട്ടിൻ്റെ അകത്ത് അതിക്രമിച്ച് കയറുന്നുണ്ട്. സോ ആ ഒരു പ്രോബ്ലം മാറ്റാൻ വേണ്ടി നമ്മുടെ വർക്ക്ഷോപ്പ് കേട്ടോ. ഇവിടെ ഇങ്ങനെയാണ് വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ അല്ലേ. ഇവിടെ വേറെ ആൾക്കാരും കൂടി കയറുന്നുണ്ട്, അതാണ് പ്രോബ്ലം. പക്ഷെ ഈ വർക്ക്ഷോപ്പ് എല്ലാവർക്കും കൂടി ഉള്ളതാണെന്ന് വേണമെങ്കിൽ പറയാം. നമ്മളെ കുതിരക്കുട്ടനെ എടുത്ത് പൂക്കുകയാണ്. എങ്ങനെയുണ്ട് കാണാൻ? സിമ്പിളല്ലേ? നമുക്കിനി എഗ്ഗ് ഉണ്ട് കേട്ടോ. എഗ്ഗ് ഇത്രയും ഉണ്ട്, 2 ഡ്രാഗൻ്റെ. നമ്മൾ നേരത്തെ ഡ്രാഗനായിരുന്നു. ഇപ്പോൾ നമ്മൾ വീട് പുതിയതൊക്കെ മാറ്റിയപ്പോൾ അങ്ങനെ മാറ്റിയതാണ്. നമ്മുടെ ഫസ്റ്റ് വീട് കേട്ടോ. കാണുന്നത് നമ്മുടെ ഫസ്റ്റ് വീടാണ്. ഫാമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ പൊട്ടിപ്പോയി ഫാമൊക്കെ. പിന്നെ നമ്മൾ വീണ്ടും ഫാം എൻജിനീയേഴ്സിനെയൊക്കെ കൊണ്ട് പണിഞ്ഞു. അത് നമ്മുടെ ഒന്നാമത്തെ വീട് കേട്ടോ, പൂളും കാര്യങ്ങളൊക്കെ ആയിട്ട്. നമ്മൾ രണ്ടാമത്തെ വീട് ദോ കാണുന്ന ഇത് മൂന്നാമത്തെയാണ്. അതാണ് രണ്ടാമത്തത്, അത് മൂന്നാമത്തെ വീട്. ബാത്റൂമൊക്കെ പണിഞ്ഞത്. ഇത് വിസിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് ഏതാണോ വിസിറ്റ് ചെയ്യേണ്ടത് അത് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് വിസിറ്റ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് ബാക്ക് ടു വില്ലേജ്. ഇതെല്ലാം നമ്മളെ കുട്ടി വില്ലേജ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് നമ്മുടെ കുറച്ച് വീടുകളും കാര്യങ്ങളും മാത്രമല്ല, നമ്മൾ വില്ലേജ് പോലെ നമ്മൾ പണിഞ്ഞ് വെച്ചിരിക്കുന്ന ഇവിടെ ആട്ടോ. ഇതാണ് നമ്മുടെ ചെക്ക് പോയിൻറ്റ്. നമുക്ക് അവിടെ പോയാലും ബാക്ക് ടു വില്ലേജ് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മളിപ്പോൾ വില്ലേജാക്കി വെച്ചിരിക്കുന്നത്. സംഭവം ഇത് നമ്മുടെ വീടിൻ്റെ ഒരു ഇതാണ്. വീട് നമ്മുടെ ട്രീ ഹൗസാണ്. ട്രീ ഹൗസ് കണ്ടില്ലേ? ട്രീ ഹൗസൊക്കെ വിസിറ്റ് ചെയ്യണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ, നമ്മൾ വിസിറ്റ് ചെയ്യാം. നമ്മൾ ഈ മേളത്ത് നല്ല ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. ഇപ്പോൾ നമുക്ക് ഉപയോഗിക്കണം ഉണ്ട്, താല്പര്യമുണ്ട്. നമ്മൾ ചിലപ്പോൾ ഉപയോഗിക്കുന്നതായിരിക്കും. നമുക്ക് ഇവിടെ നിന്നൊക്കെ ചാടാം. ചാടി അപ്പുറത്തൊക്കെ പോവാം. അതായത് ഇവിടെ വാതിലുണ്ട് കേട്ടോ. ചാട്. ചാടാൻ പറ്റുന്നില്ല. ഇങ്ങോട്ട് ചാടാം. ഓക്കെ, നമ്മുടെ ഫാം അവിടെയാണ്. ഇത് നമ്മുടെ ഒരു കുട്ടി ഹൗസ് ആണ്. കുട്ടിയല്ല, ഒരു ഹൗസ് ആണ് സംഭവം. ഇതാണ് നമ്മുടെ ഫാം കുട്ടൻ. കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ. നമുക്ക് വേണമെങ്കിൽ നമുക്ക് ചാട തന്നെ പറന്ന് പോയിട്ട് ഇവിടെ ഇതാക്കാം. പന്നിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടില്ല? ഇവിടെ നമുക്ക് റാബിറ്റ് ഉണ്ട്, ജിറാഫി ഉണ്ട്, കുതിരയുണ്ട്, മണിക്കുട്ടനും ഉണ്ട്, മണിക്കുട്ടിയും ഉണ്ട്. കണ്ടില്ലേ? മണിക്കുട്ടൻ, മണിക്കുട്ടി. പൂച്ചകളെ ആട്ടോ നമ്മൾ മണിക്കുട്ടൻ മണിക്കുട്ടി എന്ന് പറഞ്ഞാൽ. സുശീലയാണ് ഈ കുതിര. ഇതെല്ലാം കൂടി പാവ പന്നീൻ്റെ മണ്ടയ്ക്കാണ് കയറുന്നത്. സുശീല. ഇത് നമുക്ക് എന്ത് പേരിടാം? കുമാരൻ. അതെ, നമ്മുടെ കുമാരനാണ് ഈ ജിറാഫ്. പിന്നെ ഇത് മാനിയാട്ടോ. മാനിനെ നമ്മൾ ഇട്ടിരിക്കുന്ന പേര് മാനി എന്നാണ്. പിന്നെ ഒത്തിരി കോഴികളുള്ളതുകൊണ്ട് തന്നെ നമ്മൾ അതിന് ചിക്കൻസ്, ഡക്സ് ആ ഒരു പേര്. നമ്മുടെ ആടിന് നമ്മളിപ്പോൾ സ്ഥലത്തേക്ക് ഇടിക്കുന്ന എന്തായിട്ട് ഇടാം നമുക്ക് ആടിന്? അമ്മിണി പശു വേണ്ട, അമ്മിണിയാട്. ഓക്കെ, അമ്മിണിയാട്. റാബിറ്റ് ഉണ്ട്. ഇവരിങ്ങനെ ചാടും കേട്ടോ. കുതിര, ജിറാഫ്, മാന്, ആട് ഇതൊക്കെ ചാടും. ആട് ചാടില്ല, മാനും ചാടില്ല. പക്ഷെ കുതിരയും ജിറാഫും ചാടുന്നതുകൊണ്ടാണ് നമ്മൾ ഇത്ര വലിയ വേലി കെട്ടി വച്ചിരിക്കുന്നത്. പുറത്ത് നോക്കുമ്പോൾ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ്. ഇവിടെ കൂടെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇവിടെയാണ് നമ്മുടെ ബാക്കി വുൾഫുണ്ട്, ബിയറുണ്ട്. നമ്മൾ അടച്ചു വെച്ചിരിക്കട്ടോ പോവാതിരിക്കാൻ വേണ്ടി. അധികം ചാട്ടമൊന്നുമില്ല ഇവന്മാർക്ക്.
പാവോട്ടവന്മാരൊക്കെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ലാത്തൊരു പാവങ്ങളാണ്. ബിയറിന് നമുക്കെന്ത് വരാം, നമുക്ക് പേര് മാറ്റണമെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി കേട്ടോ, നമ്മൾ പേര് മാറ്റുന്നതായിരിക്കും. അപ്പം നമുക്ക് ബിയറിന് എന്തിടാം, പിങ്കി ഇടാം, പിങ്കി. അതിന് നമുക്ക് എന്തിടാം, ഇപ്പം എന്തിടും, മിട്ടു, പിങ്കി മിട്ടു. ഓക്കെ പിങ്കി മിട്ടു. ഓക്കെ പിങ്കിയും മിട്ടു കേട്ടോ, ഇതൊക്കെ പിങ്കിയും മിട്ടു. ഓക്കെ പിങ്കിയും മിട്ടു. നമ്മൾ ലെവൽ എത്രയാണ്, 8 കംപ്ലീറ്റ് ആയി. നമുക്ക് പറന്ന് നമ്മുടെ ഇവിടെ നമുക്കൊരു വീടുണ്ട് കേട്ടോ. വേറെ ഏതൊരു കുട്ടി വില്ലേജ് ആണെന്ന് നമ്മൾ പറഞ്ഞു, നമ്മൾ വില്ലേജ് പോലെ പണിഞ്ഞു വെച്ചിരിക്കുകയാണെന്ന്. അവിടെയാണ് ഇത് നീന്തി പോകാൻ വീട്ടിക്ക്. വീട് കിട്ടെ, വീട് രാത്രിയാണ്. ഇതൊക്കെ വിസിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത്. നമ്മൾ ജസ്റ്റ് ഒരു വെറുതെ ഒന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ കാരണമൊന്നും പറ്റില്ല, അപ്പം അത് നിൽക്കാൻ പറ്റും. ഗൈസ് ഒരു മിനിറ്റ് കേട്ടോ, ഒരാഡ് വരുന്നുണ്ട്. ചിലപ്പോൾ എൻ്റെ സ്റ്റെപ്പിലൊക്കെ ഇച്ചിരി മാറ്റമുണ്ട്. നമ്മൾ കണ്ടില്ല സ്റ്റെപ്പൊക്കെ സൈഡിൽ ഇതൊക്കെ പണിഞ്ഞു വെച്ചിട്ടുണ്ട് കയറാൻ പാകത്തിന്. അങ്ങനെ മേളിലോട്ട് കയറാം. ടെറസൊന്നും തന്നെ ജസ്റ്റ് ഒരു ഇതുപോലെ കയറി മേളിലൊക്കെ ഇരിക്കും. നമ്മുടെ ഹൈദി ലില്ലി എന്നൊക്കെ പറഞ്ഞില്ലേ, ഹൈദി, അതിലൊക്കെ ഞാൻ കണ്ടിരിക്കുന്ന ഒടിഞ്ഞ മണ്ടയിലൊക്കെ കയറി നിൽക്കുന്നത്. കുറേ പണ്ടത്തെ ഡ്രാമാസ്, പണ്ടത്തെ പഴയ കാലത്തൊരു ടൈപ്പ് ഡ്രാമാസ് ഇങ്ങനെയൊക്കെ ഗ്രാമങ്ങളിലൊക്കെ ചൈനീസ് ആ ഒരു ഇതിലൊക്കെ ഇങ്ങനെ ഒടിഞ്ഞ മുണ്ടി കയറും. അങ്ങനെ കാർട്ടൂൺസിലൊക്കെ ഉണ്ട് ഗൈസ്, ഒടിഞ്ഞ മുണ്ടി കയറി. ഇത് ഓടല്ലേ, ഇത് മരം കൊണ്ട് ഉണ്ടാക്കിയൊരു ഓട് പോലത്തെ സംഭവമാണ്. ആ കാണുന്നതാണ് നമ്മുടെ വെള്ളത്തിൽ കൂടെയുള്ള യാത്ര. മച്ചി ഓക്കെ, അതാരാന്ന് നമുക്കറിയണം. അവിടെ ഒരു വീടുണ്ട്, വീടെന്ന് പറയാൻ പറ്റില്ല, വെള്ളത്തിൻ്റെ ഇതൊക്കെ വരാൻ വേണ്ടി. ഇവിടെ ചിക്കൻസ് ഇങ്ങനെ പോകുന്ന ചിക്കൻസിനൊക്കെ ട്രാപ്പാക്കാം. എന്താ ഇവിടെ കൂടെ വെള്ളത്തിൽ കൂടെ നടക്കാനുള്ളൊരു ഇപ്പോഴുണ്ട്. എന്താ പോയി ഇവിടെ ജസ്റ്റ് ഇങ്ങനെ നിൽക്കാനൊക്കെ ഉള്ള സ്ഥലമായിട്ടുണ്ട്, വീടൊന്നുമല്ല. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നിൽക്കാൻ ഇങ്ങനെ താഴെ കൂടെ നമുക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അതെല്ലാം കാണാൻ പറ്റും. വീണ്ടും ആഡ് വന്നു. നമ്മുടെ ഈ കുട്ടി വില്ലേജൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. കമൻറ്റിലൂടെ എനിക്ക് അഭിപ്രായം തരേണ്ടതാണ്. അവിടെ മാനുക്കുട്ടനൊക്കെ ഉണ്ട്. ഇത് വേറെ മാനുക്കുട്ടൻ കേട്ടോ. നമ്മൾ വളർത്തുന്ന മാനും ഇങ്ങനെ കാട്ടുമാനും നല്ല വ്യത്യാസമുണ്ട്. ബിക്കോസ് നമ്മൾ വളർത്തുന്നതാണെങ്കിൽ ഒരു പറഞ്ഞതിൻ്റെ ഒരു ലെവൽ വരെ കേൾക്കാം. നമ്മളിപ്പോൾ വന്നിട്ട് നമ്മൾ നീന്താനൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ. വളർത്തിക്കളന്ന് നീന്താനൊക്കെ നല്ല രസമാണ്. നീന്തി ഇങ്ങനെ നീന്തി എടുത്തിട്ടൊക്കെ നമുക്ക് പോകാനായിട്ട് സാധിക്കും. നമ്മൾ വെള്ളത്തിൻ്റെ നടുക്ക് വയ്ക്കാമെന്നാണ് വിചാരിച്ചത്, വെള്ളത്തിൻ്റെ സൈഡിലാക്കി വെച്ചു. ചട എന്നെയാണെങ്കിൽ സ്ഥലമുണ്ടോ നോക്കാം. നമ്മളെ കോഴി കൊക്കുന്നുണ്ട്, നമുക്ക് പോയി നമ്മുടെ കോഴി അതത് നമ്മുടെ ചെക്ക് പോയിന്റ് എവിടെയല്ലേ? ചെക്ക് പോയിന്റ് കാണാനില്ല. ചെക്ക് പോയിന്റ് ആ കാണുന്ന നമ്മുടെ ചിക്കൻസിന് വേണ്ടിയുള്ള സ്ഥലമാണ്.
പക്ഷെ നമ്മൾ പിന്നെ ഫാമിൻ്റെ അകത്തായിരുന്നു ചിക്കനൊക്കെ വളർത്താൻ വെച്ച് എന്തോ ഒരു സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോഴായിട്ടൊക്കെ ഉണ്ടത് സ്റ്റെപ്പ്. ഇതാണ് ബാക്ക് ഡോറാണ്. അങ്ങനെ കുറച്ച് ഡോറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ കൂടുതലും ഇത് ഈ ഒരു സ്ഥലം പണിഞ്ഞു വെച്ചത് സംഭവം വേറെ ഒന്നുമല്ല. നമ്മുടെ ഇപ്പോൾ കാട്ടുമൃഗങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് രക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ ഫാമിലുള്ള കുട്ടികളൊക്കെ നോക്കാനും രക്ഷിക്കാനും വേണ്ടിയാണ് ഒരു വീട് നമ്മൾ പണിഞ്ഞു വെച്ചത്. ഇവർക്ക് ജനരെ കൂടെ നോക്കാം. നമുക്ക് ഇവിടെ നോക്കിക്കാൻ നമ്മുടെ ഫാം കാണാൻ പറ്റും. നമുക്ക് മറ്റേ നമ്മുടെ സ്റ്റീ ഹൗസിലൊക്കെ അറിയാനും മതി. ഇവിടെ ആകുമ്പോൾ ഇതിങ്ങനെ വിളിക്ക് വരില്ല. ഇത് വേറെ വന്യമൃഗങ്ങൾ വന്ന നമ്മൾ ഈ ഒരു ഇതിൽ നിന്നതിന് അത് വരാൻ പറ്റില്ല ഇനി ഇങ്ങോട്ട്. അല്ലെങ്കിൽ നമ്മൾ ഇച്ചിരി കൂടി വലുതായിട്ട് പണിയും. അപ്പോൾ നമുക്കിങ്ങനെ നമ്മുടെ മൃഗങ്ങളെയൊക്കെ നോക്കാം. ഒരു വന്യമൃഗം അങ്ങനെ കയറിയുമില്ല, ഒരാളും ഇറങ്ങിയുമില്ല. കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ സുരക്ഷിതം പണിഞ്ഞ് വെച്ച സംഭവം വേറെ ഒന്നുമല്ല. ഇങ്ങനെ നേരത്തെ ഞാനൊരു കുട്ടി ഫാം പോലെ ആക്കിയെന്നല്ല, അതൊക്കെ നമ്മൾ കണ്ണ് വെട്ടിച്ചപ്പോൾ കല്യാണത്തിനെയും കോഴികളെ താറാവിനെയൊക്കെ കുറേ എന്തോ മൃഗങ്ങൾ വന്ന് പിടിച്ചോണ്ട് പോയി ആണെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. പക്ഷെ ബാക്കി വന്ന് ഈ ജിറാഫും കുതിരേനെയൊക്കെ, ജിറാഫല്ല ആടും കുതിരയൊക്കെ ചാടിപ്പോയി. അപ്പോൾ നമ്മൾ ചാടുമ്പോൾ അങ്ങനെ ചാടിപ്പോയി. പശു ഉണ്ടായിരുന്നു. ഇത്തവണ നമ്മൾ പശു മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് പശു ഭയങ്കര ഇതാട്ടോ. പിന്നെ നമ്മൾ ഇന്റീരിയർ ഫാം പണിഞ്ഞു വെച്ചു. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ടാറ്റാ. നിങ്ങൾക്ക് വേറെ വീഡിയോസ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. നമ്മൾ ഇത്രയേ കഴിയുമ്പോൾ അത് മില്ലാട്ടോ. ഇത് ചിക്കൻ്റെ കോഴി ഫാമാണ് ഈ കാണുന്നത്. ആണ് ചിക്കൻ്റെ. പിന്നെ ഇത് നമ്മുടെ മില്ലുകുട്ടനാണ്. അവിടെ ഫ്ലോക്ക് ഹൗസ്. പിന്നെ ഇത് അപ്പുറത്ത് നിങ്ങൾ കാണുന്നുണ്ടോ എന്തൊക്കെയോ പണിഞ്ഞ് പകുതി വെച്ചിരിക്കുന്നത്. സംഭവം വേറെ ഒന്നുമല്ല. സംഭവം നമ്മൾ പണിയുന്നേ ഉള്ളൂ. അപ്പോൾ പണിഞ്ഞ് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.